ഇന്നറിയാൻ കറണ്ട് അഫയേഴ്സ് 7/5/2024, 8/5/2024. കേന്ദ്ര ടൂറിസം വകുപ്പ് പ്രഖ്യാപിച്ച രാജ്യത്തെ ബെസ്റ്റ് ടൂറിസം വില്ലേജ് ഗോൾഡ് അവാർഡ് ലഭിച്ചത് കാന്തല്ലൂർ, ഇടുക്കി. 2024 മെയ്യിൽ അന്തരിച്ച പ്രമുഖ മലയാള ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ വ്യക്തി ഹരിഹരൻ. പതിനാലാമത് ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനുള്ള ജൂറി പുരസ്കാരം ലഭിച്ചത് രാകേഷ് നാരായണൻ. ചിത്രം തണുപ്പ്. ഏപ്രിലിലെ കണക്കനുസരിച്ച് ചരക്ക് സേവന നികുതി പ്രതിമാസ വരുമാനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമായി മാറിയത് മഹാരാഷ്ട്ര. ഇസ്രായേലിലെ പ്രവർത്തനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയ ഖത്തറിന്റെ ഉടമസ്ഥതയിലുള്ള വാർത്താ ചാനൽ അൽ ജസീറ. സംസ്ഥാനത്തെ ആദ്യ സർക്കാരിതര ക്യാമ്പസ് വ്യവസായ പാർക്ക് നിലവിൽ വന്നത് മൂവാറ്റുപുഴ. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ 2025 ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. ലോക ആസ്മ ദിനം മെയ് 7. എല്ലാ വർഷവും മെയ് മാസത്തിലെ ആദ്യ ചൊവ്വാഴ്ചയാണ് ലോക ആസ്മ ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യക്കായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം നടത്തുന്ന ഏറ്റവും പ്രായമേറിയ വനിതാ താരം എന്ന നേട്ടം സ്വന്തമാക്കിയത് ആശ ശോഭന. പ്രഥമ മാമൂക്കയ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത് ഹരിഹരൻ. മെയ്യിൽ നിർമ്മാതാക്കളായ ആസ്ട്രാസെനക്ക പിൻവലിച്ച കൊറോണ വാക്സിൻ കോവിഷീൽഡ്. ചൈന ഇന്ത്യയിലെ പുതിയ അംബാസിഡറായി ആരെയാണ് നിയമിച്ചത്? ഷു ഫെയ് ഹോങ്. ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾക്കൊപ്പം രാജ്യത്തിന്റെ ഭൂപടം ചിത്രീകരിക്കുന്ന 100 രൂപ കറൻസി നോട്ട് പുറത്തിറക്കാൻ തീരുമാനിച്ച രാജ്യം നേപ്പാൾ. മെയ്യിൽ 100ാം സമാധി വാർഷിക ദിനം ആചരിക്കുന്ന നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. അടുത്തിടെ 7000 വർഷം പഴക്കമുള്ള ചരിത്രാതീത വാസസ്ഥലം കണ്ടെത്തിയത് സെർബിയ. അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം മെയ് 8. ONV കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ അവാർഡ് ലഭിച്ചത് പ്രതിഭ റേ. 2023 സൗരോർജ ഉൽപാദനത്തിൽ ഇന്ത്യയുടെ റാങ്ക് 3. ഓക്സ്ഫോർഡ് ബുക്ക് സ്റ്റോർ ബുക്ക് കവർ പ്രൈസ് 2024 9ാം പതിപ്പിന്റെ ജേതാവ് രവി മേത്ത.
2024 ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത വെസ്റ്റ് നൈൽ പനി വരുത്തുന്നത് ഏതിനം കൊതുകുകൾ ആണ്? ക്യൂലക്സ് ഇനം കൊതുകുകൾ. Thanks for watching. Please like and subscribe.